തോടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ധാരാളം മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടാണെന്നുണ്ടെങ്കിൽ ഈ തോട്ടിലെ കാരി, തുരുവപ്പല്ല്, പള്ളത്തി, കോല, മുഷി അങ്ങനെയൊക്കെ പേരുകളിലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ളത് ചെമ്പല്ലി, സിലോപ്പിയൊക്കെയാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന കണ്ടത്തിൽ പണ്ട് കാലത്ത് നെൽകൃഷിയൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു കണ്ടമാണ്. പിന്നെ നെൽകൃഷിയൊക്കെ കുറഞ്ഞു വന്ന സമയത്ത് പച്ചക്കറി കൃഷി തുടങ്ങി. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ മണ്ണടിച്ച് നികത്തി വീടുകളൊക്കെ വന്നു. ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോഴും കൃഷി നടക്കുന്നുണ്ട്. കപ്പ, വാഴ, ചീര, തണ്ണിമത്തൻ അങ്ങനെ ഓരോ വർഷത്തിലും മാറി മാറിയുള്ള കൃഷിരീതിയാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ ധാരാളം കൃഷിനാശമൊക്കെ ഉണ്ടായ ഒരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഇത് ഞങ്ങളുടെ നാടും ഞങ്ങൾ ഇടുക്കി വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ച് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചങ്ങനാശ്ശേരി വീട്ടിലെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ ഞങ്ങൾ ഇതിലേക്ക് നടന്ന് അതുപോലെ തന്നെയല്ല ഞങ്ങളുടെ വല്യമ്മമാർ ഞങ്ങളുടെ പണ്ട് കുഞ്ഞിലെ തൊട്ടേ ഇതൊക്കെ കൃഷി ചെയ്ത് അവരുടെയൊക്കെ വിയർപ്പൊക്കെ വീണൊരു മണ്ണാണിത്. ഇപ്പം നെൽകൃഷിയൊക്കെ നടന്ന പാടങ്ങളൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ തെങ്ങും തോപ്പുകളൊക്കെ ആക്കി. പിന്നെ ഇപ്പോൾ ഇവിടെ തെങ്ങും തോപ്പിനിടയ്ക്കൊക്കെ ഇവർ കപ്പ കൃഷിയൊക്കെ ചെയ്തേക്കാണ്. അപ്പോൾ കപ്പ കൃഷിയും പിന്നെ അതുപോലെ സംബന്ധിച്ച് തണ്ണിമത്തൻ കൃഷി, അങ്ങനെ പടവലങ്ങ, പച്ചക്കറികളെ അങ്ങനെ നിരവധി കൃഷികളാണ്. ഇപ്പോൾ അതിമനോഹരമായ വേറൊരു കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എങ്കിൽ നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല അടിപൊളി വ്യൂ. എല്ലാവരും കാണാം. ഇത് നമ്മുടെ പട്ടുപോലെ കിടക്കുന്ന ഞങ്ങളുടെ ചുവപ്പ് ചീരയാണ്. ഈ സൈഡിൽ മത്തങ്ങ കൃഷിയാണ് ഇതൊക്കെ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ കൃഷി ചെയ്യുന്ന നമ്മുടെ ജോൺസൺ ചേട്ടൻ അല്ലേ, ജോൺസൺ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. 30-35 വർഷമായിട്ട് കൃഷി തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം കൃഷിയെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിപ്പം നിങ്ങളെക്കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കുറച്ച് കാര്യങ്ങൾ അറിയാം. മണ്ണിന് പണിയെടുത്താൽ കൈ നിറയെ പൈസ കിട്ടും, പണിയെടുക്കാൻ ആളില്ല. ഇരുപ്പുറപ്പുകാർക്ക് വേണ്ടി വെറുതെ ലക്ഷക്കണക്കിന് കാശ് കളയും. ഇത് പാടവണ്ടം തെങ്ങും പൂരയുടെ എല്ലാം മുഴുവനും ചുമ്മാ കിടക്കുന്നു. അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കട്ടെ. 60 രൂപയ്ക്ക് നമ്മൾ അരി തിന്നുന്നു, അരി മേടിക്കുന്നു. പച്ചക്കറി ഇവിടെ 10 രൂപയ്ക്ക് മേടിച്ചിട്ട് കഴിക്കാം. ഇവിടെ ജോലിക്കാരെ കൊണ്ട് പഞ്ചായത്തിൽ കളയുന്ന കാശുണ്ടെങ്കിൽ കൃഷി ചെയ്യിപ്പിക്കാവില്ല. ആരും കൃഷി ചെയ്യുന്നില്ല. നോക്കിയിട്ട് 4-5 കർഷകരും കൂടെ കൃഷി ചെയ്യുന്നുണ്ട്. പൂങ്കാവനമല്ല കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് തെങ്ങ് വെച്ച് ഒരു സ്ഥലം പോലും മണ്ണടിച്ച് ഭൂമി നശിപ്പിച്ചു പോകും. ഇതിനു വേണ്ടി ആരും പ്രതികരിക്കും. ഇതൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. ഈ ഇരുപ്പുറപ്പുകാർക്ക് വേണ്ടി ഇവിടെ ഉണ്ടോ ആന എണ്ണ കാടുക ഒരറ്റം പോലും മണ്ണടിച്ച് ഭൂമിയിൽ ഈ ഭൂമി ഇവിടെ കിടന്നാലേ അടുത്ത തലമുറക്ക് നമുക്ക് കഴിക്കാം മണ്ണുണ്ടാകും. മണ്ണടിച്ച് കിടക്കുന്ന ഈ മണ്ണാണ് നമ്മുടെ അടുത്ത ഈ വളർന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും തലമുറകൾക്ക് കഴിക്കേണ്ടി അന്നം ഉണ്ടാകേണ്ട ഭൂമി ഇത് കളയുക. ഇത് കള്ളുടിയന്മാർ കുപ്പിയിട്ട് വേസ്റ്റ് വിട്ട് കണ്ടെത്തി വീടിനും പതിച്ചു കൊടുത്ത് ഇവിടെ നശിപ്പിച്ച് നാറാണക്കല്ല് കിടക്കും. KPO ഏക്കർ കണക്ക് സ്ഥലം മേടിച്ച് അതിലൂടെ നമുക്ക് വെള്ളം ഇറങ്ങാം. അവിടുത്തെ ആ ഒരു ദുരന്തമില്ലെങ്കിൽ ഇവിടുത്തെ മതി നമ്മുടെ കോട്ടയം ജില്ലയിൽ കഴിക്കാൻ ഈ പാടത്തെ ആൾക്കാർ പച്ചക്കറി മതി. അതുകൊണ്ടൊക്കെ പാടം കിടപ്പുണ്ട്, കൃഷി ചെയ്യാൻ ആളില്ല. ഞങ്ങൾ 4-5 ഇപ്പോൾ എൻ്റെ മോൻ ഇറങ്ങി വരുന്നുണ്ട്. മോൻ ഓട്ടോമൊബൈൽ പഠിച്ച് ബുള്ളറ്റ് ഷോറൂമിൽ ജോലി ആയതുകൊണ്ട് എൻ്റെ കൂടെ വന്നിരിക്കുക. മൂത്ത മോന് മൊയില് ഫാമും പൂച്ചയുടെ ഫാമും ഒക്കെ ഇതൊരു 1.5 ഏക്കർ 2.25 ഏക്കർ ഭൂമി ഈ പാടത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. താമസിക്കുന്ന സ്ഥലം HCV കാറ് മേടിച്ച് എൻ്റെ മോൻ കിട്ടി. ഇന്നിപ്പോൾ വണ്ടി ബുക്ക് ചെയ്ത് ഞാൻ വിൽക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ജോൺസൺ ചേട്ടൻ പറയുന്നത്. ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും മുൻകൈ എടുക്കണം. അവനവന് ആവശ്യമുള്ള പച്ചക്കറികൾ സ്വന്തം മണ്ണിൽ തന്നെ വിഷരഹിതമായി ഉൽപ്പാദിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം. 3 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങി പണിയെടുക്കുന്നത്. പണിയെടുത്താൽ ബംഗാളികൾ പോയി അവർ സ്വന്തമായിട്ടാണ് കഞ്ഞി വെക്കുന്നത്. 5 മണിയാകുമ്പോൾ അവരെ കയറ്റി വിടും. നമുക്ക് അരമണിക്കൂടെ പണിതല്ല കാര്യങ്ങൾ നടക്കുന്നത്. കൃഷി ചെയ്താൽ കഴിയത് ഇപ്പം മോൻ നിൽക്കുന്ന ഈ വാരത്തെ തന്നെ 400 കെട്ട് ചേരുന്ന 12,000 രൂപ ഒരു വാരത്തിൽ നിന്ന് കിട്ടുന്നത്. അത് 25 ദിവസം 30 ദിവസം 3 ചീര കൃഷി. അവരുമലപ്പൂൾ വരെ ചീര കൃഷി ചെയ്യാനൊക്കെ പിന്നെ ചീര വിൽക്കത്തില്ല, ചിലവ് കുറവ്. ഹിന്ദുക്കളാണ് കൂടുതൽ കൂട്ടുന്നത്. തിന്നത്തുള്ളൂ. പച്ചക്കറി കൂട്ടുന്നതിന് ആരോഗ്യവും. അപ്പോൾ ഇത് അരിയണം. മറ്റാകുമ്പോൾ വെട്ടിമുറിച്ച് കൊണ്ടുവരും. ഉടനെ കടക്ക ഉളക്കാന്ന് വെച്ച് ക്യാൻസർ പോകും. നല്ല ആഹാരം, നല്ല ജൈവവളം ഇട്ടുണ്ടാക്കുന്ന കൃഷികൾ. ഇത് കാണുമ്പോൾ തന്നെ മക്കൾ നോക്കി ഇത് കണ്ടോ. ജോസിയേട്ടൻ പറഞ്ഞ വേറെ ആടെ കൃഷിയാണ്. ഇത് ഇപ്പുറത്തെ എൻ്റെ ആയിട്ട് അവിടെ കിടക്കുന്ന 3 തോട്ടം വേറെയുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെ തണ്ണിമത്തനെടുത്ത് ഞാൻ തീർന്നിപ്പോൾ ഈ പ്രാവശ്യം
ഇതെല്ലാം മത്തങ്ങയാണ് ഇട്ടേക്കുന്നത്. മത്തങ്ങ കൃഷി നേരത്തെ ഇവിടെ തണ്ണിമത്തൻ കൃഷിയായിരുന്നു. അപ്പം അന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ കൊല്ലം ഇവിടെ മത്തങ്ങയാണ് ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ നിലം ഒരുക്കി ഇട്ടേക്കുവാണ്. നാളെ ഇവിടെ നമ്മുടെ കുക്കുംബർ കൃഷി ചെയ്യാൻ വേണ്ടി അവർ തടമെല്ലാം റെഡിയാക്കി ഇട്ടേക്കുവാണ്. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നെടുക്കാം. പണ്ട് ഈ ഏരിയ ഫുള്ളും കൃഷികളൊക്കെ ആയിരുന്നു. വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇവിടെല്ലാം വെള്ളം വന്ന് മുഴുവൻ നാശമായതാണ്. ഇപ്പം പഞ്ചായത്തൊക്കെ ഇടപെട്ട് തോടൊക്കെ വൃത്തിയാക്കി. പിന്നെ ഈ വർഷം അധികം അങ്ങനെ വെള്ളപ്പൊക്കം വന്നിട്ടില്ല. ഈ ഇലകളിലൊന്നാണ് നമ്മുടെ ചീര. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും മലബന്ധം, അസിഡിറ്റി അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾക്കും ചീര കഴിക്കുന്ന വഴി നമുക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വൈറ്റമിൻ എ, സി, കെ, അയൺ അങ്ങനെ ധാരാളം പോഷകങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ ഈ ചീരയിൽ. ഇതിലേക്കൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ എന്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഇടുക്കി ഡാമും വിശേഷങ്ങളും പോലെയല്ലല്ലോ ഇത് വെറൈറ്റി. അങ്ങനെ ഓരോ നാടിനും അതിൻ്റേതായ സവിശേഷതകളാണ്. വൈകുന്നേര സമയമാണ്, നല്ല കാറ്റുണ്ട്. രാവിലെയൊക്കെ നല്ല മഞ്ഞ്, ഇവിടെയൊക്കെ നല്ല മഞ്ഞുള്ള സ്ഥലമാണ്. ആ ഫാമിൽ നിന്നാണ് നമ്മളൊക്കെ പാല് വാങ്ങിക്കുന്നത്. ഫാമിലെ കാഴ്ചയൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോ വരാം. ഇപ്പം സന്ധ്യ സമയം ആയതുകൊണ്ട് ഞങ്ങൾ ഏകദേശം എല്ലാം നിർത്തുവാണ്. ജസ്റ്റ് ഇവിടുത്തെ വീഡിയോ കാണിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇത് പുതിയ വേറെ കൃഷിയാണ്. ഇത് പടവലവും പയറും കൂടി ഇട്ടേക്കുന്ന കൃഷിയാണ്. ഒന്നും വിളവായില്ല. ഏകദേശം ഇനി കുറച്ച് ദിവസം കൊണ്ട് കാണും വിളവെടുക്കാനായിട്ടൊക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വാഴയാണ് വെച്ചേക്കുന്നത്. വാഴയും പിന്നെ കുറച്ച് ചീരയുടെ സൈഡിലൊക്കെ വെച്ചേക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ചീരയൊക്കെ നമ്മുടെ വീട്ടിലോട്ട് അച്ഛനും പറിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇത് നമ്മുടെ ജോസേട്ടൻ്റെ ഷെഡാണ്. പണിസാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ് ഇവിടെ. എല്ലാം റെഡിയാക്കി. ബംഗാളികളൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എല്ലാവരും അവരുടെ വീട്ടിലോട്ടൊക്കെ പോയി അവരൊക്കെ തന്നെയാണ് ആഹാരമൊക്കെ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോയി. ഞങ്ങളോടും പോവാന്ന് പറഞ്ഞ് ഇപ്പോൾ ജോസേട്ടൻ വീട്ടിലോട്ട് പോയേക്കുവാണ്. ഞങ്ങളിപ്പോൾ തിരിച്ച് പോകാൻ പോവാം.